ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേറിട്ട രുചിയിലേക്ക് സ്വാഗതം. ഞാൻ രാജി. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി 1 കപ്പ് മൈദമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് കൂടി ഇടാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. മാവ് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോഴാണ് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യരുത്. മാവ് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. 10 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. അത് മിക്സിയിൽ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു 3 കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 30 സെക്കൻഡ് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ബൗളിലേക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതാണ് 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ തിളച്ച പാൽ കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളച്ച പാലായതുകൊണ്ട് തന്നെ ഡാർക്ക് കോമ്പൗണ്ട് നന്നായി മെൽറ്റായി വരും. ചോക്ലേറ്റിൻ്റെ ഈ ഒരു മിക്സ് കൂടി മിക്സിയിലേക്ക് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിലും ഈ മിക്സറും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പ്രസ് ബട്ടൺ വെച്ച് 2-3 പ്രാവശ്യം ബീറ്റ് ചെയ്താൽ മതി. ഓവറായി ബീറ്റ് ചെയ്യരുത്. മാവ് നന്നായി മിക്സ് ചെയ്തോന്നറിയാൻ സ്പാച്ചുല കൊണ്ട് ഒന്ന് ഇളക്കി നോക്കിയാൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിക്കാം. പ്രസ് ബട്ടൺ വെച്ച് 1-2 പ്രാവശ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. കേക്കിൻ്റെ ട്രേയിൽ ഒരല്പം സൺഫ്ലവർ ഓയിൽ തൂവി കൊടുക്കാം. നന്നായി ബ്രഷ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒരേപോലെ തേച്ച് കൊടുക്കണം. ഒരു ബട്ടർ പേപ്പർ ഇതിനുള്ളിൽ വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. മാവ് എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്നതിന് വേണ്ടി സ്ക്വയർ വെച്ച് ഒന്ന് കറക്കി കൊടുക്കണം. എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓവൻ സെറ്റപ്പാണിത്. ഇതിലേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് മൂടിയതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 35 മിനിറ്റ് തൊട്ട് 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാനെടുക്കും. ഒരു 30 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഒരു 40 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കാം. കേക്ക് പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. കേക്ക് നന്നായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റായിട്ടാണ് കേക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി കേക്ക് കട്ട് ചെയ്തെടുക്കാം. 3 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ജസ്റ്റ് ഔട്ട്ലൈൻ കട്ടിങ് കൊടുക്കാം. ഇനി ആ ഔട്ട്ലൈൻ കട്ടിങ്ങിൽ കൂടി നൂല് കടത്തി വിട്ടതിന് ശേഷം ക്രോസായി പിടിച്ച് വലിച്ചാൽ മതി. കേക്ക് നന്നായി തന്നെ കട്ടായി വരും. ഇത് ഇതുപോലെ ചെയ്താൽ മതി. കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാൾ നന്നായി ഈ ഒരു രീതിയിൽ കേക്ക് കട്ട് ചെയ്യാൻ പറ്റും. കേക്ക് കട്ട് ചെയ്യുന്നത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി പരീക്ഷിച്ച് നോക്കിയാൽ മതി. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ലെയറും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ 3 ലെയറും പെർഫെക്റ്റായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറി സിറപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ചെറി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു 10-25ഓളം ചെറി എടുത്തിട്ടുണ്ട്. ചെറിയ തരികളായിട്ടാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറി സിറപ്പാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1 മിനിറ്റോളം തിളച്ചാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. കേക്കിൽ ഒഴിക്കാനുള്ള ചെറി സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അരിച്ചെടുത്തിട്ടുള്ള ചെറി കളയൊന്നും വേണ്ട. ഇത് കേക്കിനുള്ളിലേക്ക് ഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. കാഡ്ബറി ഡയറി മിൽക്കിൻ്റെ ചെറിയൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കേക്കിനുള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ഇടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തത്. ബദാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി മുറിച്ച് വെച്ച ബദാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കേക്കിനുള്ളിൽ ഫില്ലിങ്ങായി വെക്കുന്നതിന് വേണ്ടി കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുറച്ച് ചെറി കൂടി ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 10-15 ചെറി എടുത്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ പാത്രവും ബലൂൺ ബിസ്കൊക്കെ ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ളതാണ്. എടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 10-15 മിനിറ്റോളം നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ബീറ്റർ ഇല്ലാതെയും വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ടേൺ ടേബിളിന് പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. കേക്ക് ഇളകിപ്പോകാതെ നന്നായി ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയാണ് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നത്. ഇനി കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ചെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് ബദാം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചോക്ലേറ്റ് പീസസും ചെറി ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. കേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്കിത് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇത് ചെറി സിറപ്പ് ഉണ്ടാക്കിയപ്പോൾ അരച്ചെടുത്ത ചെറിയാണത്. ഇതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കേക്കിൻ്റെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് ബദാം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നേരത്തെ ഇട്ടതുപോലെ അതേപോലെ തന്നെയാണ് ഫില്ലിംഗ് ഇടേണ്ടത്. ചോക്ലേറ്റിൻ്റെ ക്രഷും ചെറിയും എല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാ ഫില്ലിങ്ങും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി കേക്കിൻ്റെ 3ാമത്തെ ലെയർ കൂടി വെച്ച് കൊടുക്കാം. ഇത് കേക്കിൻ്റെ അടിഭാഗമാണ്. കേക്കിൻ്റെ അടിഭാഗം ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷ് കിട്ടും. അതുകൊണ്ടാണ് കേക്കിൻ്റെ അടിഭാഗം ഏറ്റവും മുകളിൽ വയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. കേക്ക് സെറ്റാകുന്നതിന് വേണ്ടി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. കേക്കിന് വേണ്ടിയിട്ടുള്ള ഗനാഷ് തയ്യാറാക്കാം. ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആണ്. 1/2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ 1/2 കപ്പ് എടുത്താലും മതി. ഞാനിപ്പോൾ എടുത്തത് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇടുമ്പോൾ കേക്കിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം മാത്രമേ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. കേക്കിന് മുകളിലേക്ക് വെറുതെ ഇങ്ങനെ ഒഴിച്ചാൽ മതി. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് എത്തിക്കോളും. സൈഡിലേക്ക് ഒലിച്ച് വന്നത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് മാറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബദാം ഇട്ട് കൊടുക്കാം. ഡിസൈനൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി.
ഇപ്പോൾ സൈഡിലൊക്കെ ഞാൻ അവിടെ എവിടെയും ബദാമൊക്കെ പറക്കി വയ്ക്കുന്നുണ്ട്, ഒരു പ്രത്യേക ഓർഡറിലല്ല. ബദാം ഞാനിപ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ചെറി വെച്ച് കൊടുക്കാം. ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് കാണിക്കാം. വളരെ സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. നല്ല ടേസ്റ്റിയാണ് ഈ കേക്ക്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്